വായിച്ച ഭാഗമില്ലേ, ആ ഭാഗത്ത് കർത്താവ് 2 പ്രാവശ്യം അപ്പം എടുക്കുന്നുണ്ട്, 2 പ്രാവശ്യം വീഞ്ഞെടുക്കുന്നുണ്ട്. അതെന്താണ് സംഭവിക്കുന്നത് അല്ലേ? ആദ്യം അപ്പം എടുത്ത് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു, പിന്നെ വീഞ്ഞെടുത്തു അല്ലേ? പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ നമുക്കറിയാം 20:19 പറയാണ്, പിന്നെ അവൻ അപ്പം എടുത്ത് സ്തോത്രം കൊടുത്തോട്ട് അവള് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്പോൾ തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അവൾ ചെയ്തു. അപ്പൊ നേരത്തെ പാനപാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ദേശം 2 പ്രാവശ്യം ചെയ്തെന്തുകൊണ്ടാ? ശ്രദ്ധിച്ചേക്കണം മക്കളെ. ഈശോ മിശിഹ ശരിക്കും ഏത് വംശത്തിൽപ്പെട്ടയാളാ? യഹൂദനീശോ അല്ലേ? അപ്പൊ ഈശോ മിശിഹായുടെ 32ാമത്തെ പെസഹ വരെ ഈശോ എന്ത് ചെയ്തു? തന്റെ പൂർവികരുടെ ആ പെസഹ ഈശോ അതുപോലെ ആചരിച്ചു. നിങ്ങളുടെ ഖുർആനിൽ പഠിക്കുന്ന പ്രാർത്ഥന, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവൻ നിയമത്തിന് വിധേയനായി, അധീനനായി. ഈശോ നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവൻ എന്ത് ചെയ്തു? അവന് നിയമത്തിന് അധീനനായി. അപ്പൊ യഹൂദരെ ഉദ്ധരിക്കുവാൻ അവൻ യഹൂദരെ പോലെ. അപ്പൊ യഹൂദരുടെ പെസഹ അവൻ ആചരിച്ചു, 32 വർഷം ആചരിച്ചു, 33ാം വർഷവും അവൻ ആചരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? തുടർന്ന് അവൻ പുതിയ പെസഹയാകുന്ന കുർബാന സ്ഥാപിച്ചു അല്ലേ? ഈശോയുടെ വരവോടുകൂടി, ഈശോയുടെ മനുഷ്യാവതാര പീഡാസഹനത്തോടുകൂടി എന്ത് ചെയ്തു? പഴയ പെസഹ അഹ്റോന്റെ പൗരോഹിത്യം അവസാനിച്ച് പുതിയ പൗരോഹിത്യവും പുതിയ പെസഹായും കർത്താവ് സ്ഥാപിച്ചു. എന്നാണ് ആദ്യത്തെ ആ ഒരു യഹൂദ കർമ്മങ്ങൾക്ക് ശേഷം പിന്നെ അവൻ അപ്പമെടുത്ത്, പിന്നെ അവൻ എന്തെടുത്തു? പാനപാത്രം എടുത്ത് കൊടുത്തുകൊണ്ട് അവിടെ ചെന്ന് അതുകൊണ്ടാണ് നമ്മൾ